വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSLC ബയോളജി പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാരമ്പര്യ രോഗങ്ങളെ പറ്റി. പാരമ്പര്യ രോഗങ്ങൾ രണ്ടെണ്ണമാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പാരമ്പര്യ രോഗങ്ങൾ. അപ്പോൾ ജെനറ്റിക്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മുൻ തലമുറയിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളുണ്ടല്ലോ, അവയിൽ തകരാറുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വരുന്ന രോഗങ്ങളാണ് പാരമ്പര്യ രോഗങ്ങൾ. അതിൽ രണ്ടെണ്ണമാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുള്ളത്: സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഹീമോഫീലിയ. ഈ ചിത്രം തന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. കാരണവും ബാധിക്കുന്ന വിധവും ചിത്രം ഉൾപ്പെടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് കാരണമുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. എങ്ങനെയാണ്? ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് കാരണമുണ്ടാകുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. എങ്ങനെയാണ് ബാധിക്കുന്നത്? ചുവന്ന രക്താണുക്കൾ അരിവാൾ ആകൃതിയിൽ ആകുന്നു. ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടയുന്നു. ചുവന്ന രക്തകോശങ്ങൾ അരിവാൾ രൂപത്തിലാകുന്നു. ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം കുറയുന്നു. രൂപമാറ്റം വന്ന രക്തകോശങ്ങൾ ഇങ്ങനെ ഇരിക്കും. സാധാ രക്തകോശങ്ങൾ ഡിസ്ക് ആകൃതിയിലാണെങ്കിൽ എന്താണ്? ഇത് അരിവാൾ ആകൃതിയിലേക്ക് മാറുന്നു. അടുത്തത് എന്താണ്? അടുത്ത രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയയ്ക്ക് കാരണം രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. എങ്ങനെയാണ് ബാധിക്കുന്നത്? ബാധിക്കുന്ന വിധം ഏതാണെന്ന് ചോദിച്ചാൽ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ അഭാവം കാരണമാണ്. അങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ അഭാവം ആ മനുഷ്യനിലുണ്ടായിരിക്കും. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തസ്രാവം ഉണ്ടാകും. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകും. സാധാരണ വ്യക്തിയിൽ ഇങ്ങനെയാണ് രക്തം കട്ടപിടിക്കുന്ന പ്രോട്ടീൻ ഇരിക്കുന്നത്. ഹീമോഫീലിയ രോഗിയിൽ വരുമ്പോൾ അതെന്താണ്? രക്തം കട്ടപിടിക്കാത്ത സാഹചര്യത്തിൽ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തസ്രാവം ഉണ്ടാകും. ഒന്ന് ചോദിച്ചാലോ ഇതെന്താണെന്ന്? എന്താണ് പാരമ്പര്യ രോഗങ്ങൾ? ജനിതക തകരാറുകൾ കൊണ്ടുവന്ന രോഗമാണ് പാരമ്പര്യ രോഗങ്ങൾ. 2 പാരമ്പര്യ രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 സിക്കിൾ സെൽ അനീമിയ, 2 ഹീമോഫീലിയ. എങ്ങനെ ഹീമോഫീലിയയ്ക്ക് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? രക്തം കട്ടപിടിക്കാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറാണ്. അപ്പോൾ ജീൻ തകരാറാണ്. ഇത് റോയൽ ഡിസീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഹീമോഫീലിയ ഇത് കാരണം മനസ്സിലായി. എങ്ങനെയാണ് ബാധിക്കുന്ന വിധം? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ അഭാവം, അതുപോലെ തന്നെ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തസ്രാവം ഉണ്ടാകുന്നു. ഈ ചിത്രമൊക്കെ നന്നായിട്ട് നോക്കിക്കൊണ്ടു പോവുക. എന്താണ് സിക്കിൾ സെൽ അനീമിയ? ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ തകരാറ് കാരണമുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ചുവന്ന രക്താണുക്കൾ അരിവാൾ ആകൃതിയിലാവുകയും ചുവന്ന രക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ തങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ രക്തപ്രവാഹം കുറയും. അത് ഭാവിയിൽ വലിയ ദൂഷ്യമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇത്ര കാര്യങ്ങളാണ് നോക്കാനുള്ളത്. താങ്ക് യു.